അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞിട്ട് തമ്പുരാൻ കിടന്നുറങ്ങുമല്ലായിരുന്നു, തമ്പുരാൻ പ്രാർത്ഥിക്കുമായിരുന്നു. Jesus, after saying go to the other side, was not sleeping, but he was praying. പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം കേട്ട്, ദൈവമായുള്ള ബന്ധമുള്ളവന്റെ ശബ്ദം കേട്ട് നീ ചില സ്റ്റെപ്പ് വെച്ചെങ്കിൽ ആടി ഉലയുന്നത് കണ്ട് അവൻ ചിരിക്കത്തില്ല. പ്രാർത്ഥനയിൽ ഒരു മറുപടി വരുന്നുണ്ട്. നീ ഭയപ്പെടുന്ന ചില മേഖലയുടെ നടുവിൽ, ഭാരപ്പെടുന്ന ചില മേഖലയുടെ നടുവിൽ ഇത് അതിനെ ചവിട്ടിക്കൊണ്ട് അവൻ നിന്റെ അടുത്തേക്ക് വരാൻ പോവാ. നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾക്കും മീതെ എന്റെ അപ്പൻ, നിന്റെ അപ്പൻ അതിന്റെ മുകളിലൂടെ നടക്കുക. എന്താ അതിലൂടെ പറയുന്നത്? നിനക്കും ഇതിനെ ചവിട്ടി മുന്നേറാൻ കഴിയുമെന്നുള്ള ദൂത ഇന്ന് മകളിൽ ആത്മാവ് ചിലരോട് കൈമാറുന്നത്. Spirit of God is saying, after prayer, He is going to come down upon the trouble, the struggle that you are going through. That means that you can also walk upon it. നിർബന്ധിച്ചു വിടുക കർത്താവ്. Jesus compelled them to go to the other അവരുടെ side. ആഗ്രഹമല്ല അക്കരയ്ക്ക് പോകാൻ. It was not their desire. തമ്പുരാൻ പറയാൻ പോവാ. Jesus said, you go. തമ്പുരാൻ പറയുന്ന കേട്ടവര് പോയപ്പോ അവർ ആ പടകിന് നേരെ കാറ്റടിച്ചു. When they started moving on the other side, winds blowed against their boat. കർത്താവ് വിളിച്ചിറക്കിയാൽ ജീവിതത്തിന്, പടകിന് അഥവാ കുടുംബത്തിന് തലമുറയ്ക്ക് നേരെ കാറ്റടിക്കത്തില്ലേ? പ്രതികൂലം അടിക്കത്തില്ലേ? If Jesus calls you, will not be any window storm against you, your family. എന്തിനാ കർത്താവ് ഇത് അനുവദിച്ചത്? Why did Jesus allow? ഇതിന്റെ നടുവിൽ എനിക്ക് ചിലത് പ്രവർത്തിക്കാനുണ്ട്. I want to work something. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. His ears are not deaf that he could not hear. സഹായിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിയിട്ടുമില്ല. His hands are not shrink that he cannot help. ഈ പ്രതികൂലത്തിന് നടുവിലൂടെ ചില പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും പ്രാർത്ഥന കുറയാതിരിക്കുന്ന ചിലരോട് ഇന്ന് പകലിൽ ആത്മാവ് ദൂത് പറയുക. കുറുകാത്തവന്റെ ഒരു കരം, ഈ വചനം ഒരു ദൂത് പോലെ, ഇതൊരു പിടിവള്ളി പോലെ ചിലതിനെ പിടിച്ചുയർത്താൻ പോകുന്നു എന്ന് ആത്മാവ് ചിലരുടെ ദൂത് പറയുക. Spirit of God is saying, those who continue in prayer, this word is going to come down as a hand to lift you up.